എപ്പിസോഡ് ഇറങ്ങുന്നതന്നെ നമ്മുടെ ഷിയാനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ആ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബൈക്കോങ്ങിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണെങ്കിൽ അവിടുത്തെ ആ ഡയറക്ടർ പറയാനായിട്ട് തുടങ്ങും, നമുക്ക് ഈ കോമിക് ബുക്കിനെ ഒരു കാർട്ടൂൺ ആക്കി മാറ്റണം എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഷിയാൻ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവളാണെങ്കിൽ പറയും എനിക്ക് ഇതിനോട് താല്പര്യമില്ല എന്ന്. എന്നാൽ ആ ഡയറക്ടർ ആണെങ്കിൽ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും, ഇതുകൊണ്ട് നിനക്ക് തന്നെയാണ് ബെനിഫിറ്റ്, നിന്റെ പേരല്ലേ നല്ലതുപോലെ പൊങ്ങി വരാൻ പോകുന്നത് എന്ന്. ഇവളാണെങ്കിൽ അത് വേണ്ട എന്ന് പറയുമെങ്കിലും ഇവരത് കേൾക്കാൻ റെഡി ആവത്തില്ല. ആ സമയത്ത് അവിടെയായിട്ട് നമ്മളുടെ CEO വരും. അവൻ വന്നിട്ട് ആ കോൺട്രാക്ട് എടുത്ത് വായിച്ചിട്ട് പറയും, ഈ കോൺട്രാക്റ്റിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് 2 പാർട്ടീസിനും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സൈൻ ചെയ്യാവൂ എന്ന്. ഇവിടെ ഇവക്ക് താല്പര്യമില്ലെങ്കിൽ അതിനവിടെ നിർബന്ധിക്കാതിരിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ട് അവൻ അവളെ വിളിച്ചുകൊണ്ട് പുറത്തോട്ടങ്ങ് വരും. അവിടെ വരുന്നത് നമ്മുടെ ഷിയാനാണെങ്കിൽ CEO തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. വേഗം തന്നെ അവനാണെങ്കിൽ അവളുടെ കാലിലുള്ള ആ ചെരുപ്പ് മാറ്റിയിട്ട് നല്ല കംഫർട്ടായിട്ടുള്ളൊരു ഷൂ ഒക്കെ എടുത്തിട്ട് കൊടുക്കും. പെട്ടെന്ന് തന്നെ അവിടോട്ട് നമ്മുടെ ബൈക്കോങ്ങും വരും. അവൻ വന്നിട്ട് ചോദിക്കും, ഷിയാൻ നീ എന്ത് പരിപാടിയായി കാണിച്ചത്, നിനക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നില്ലേ എന്ന്. അപ്പോൾ നമ്മുടെ ഷിയാൻ പറയും, എന്തൊക്കെയായിരുന്നാലും ഞാൻ അതിൽ ഹാപ്പിയല്ല, അതുകൊണ്ട് ഞാനത് ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല. ബൈക്കോങ് നിങ്ങൾ ഒരുപാട് മാറിപ്പോയെന്ന് പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ അവളുടെ കഴുത്തിൽ കിടന്ന മാലയില്ലേ അതെടുത്ത് നമ്മുടെ ബൈക്കോങ്ങിൻ്റെ കയ്യിലായിട്ടങ്ങ് കൊടുക്കും. എന്നിട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന പുറത്തോട്ട് വരാൻ നേരത്ത് നമ്മളുടെ ഷിയാനാണെങ്കിൽ സിഗിവ എടുത്ത് സംസാരിക്കുന്നതാണ്. അവിടെ നമ്മളുടെ സിഗിവ പറയും, നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ഒരിക്കലും നിന്നെ ഹേർട്ട് ചെയ്തില്ല, ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളാം. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിയാനാണെങ്കിൽ സിഗിവനെ പറഞ്ഞ് മനസ്സിലാക്കും, നീ ഇനി മേല എൻ്റെ അടുത്തുനിന്ന് മാറിപ്പോകാൻ വല്ലതും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ശരിയാക്കുന്നതായിരിക്കും, നമുക്ക് രണ്ടുപേർക്കും ഹാപ്പി ആയിട്ടിരിക്കണം. അവിടെ നമ്മളുടെ സിഗിവ അതിന് സമ്മതിക്കും. അങ്ങനെ രണ്ടുപേരും അവിടെ വെച്ച് കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷിയാനും സിഗിവയും കൂടി അവരുടെ ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് കോളേജിലോട്ട് വരാൻ വേണ്ടി ബസ് കയറുന്നതാണ്. അവിടെ നമ്മുടെ സീവയാണെങ്കിൽ ഷിയാൻ്റെ കൂടെ തന്നെ ആയിരിക്കുന്നത്. ഇത് കാണുന്നതും അവൻ്റെ പുറകെ കിടക്കുന്ന ആ പെണ്ണില്ലേ, അവക്കാണെങ്കിൽ ഭയങ്കര ജലസാവും. അവിടെ ആ പെണ്ണ് നമ്മുടെ ഷിയാൻ്റെ അടുത്ത് പറയും, നീ ആണെങ്കിൽ പ്രോജക്റ്റ് വർക്ക് നല്ലതുപോലെ റെഡിയാക്കി തരണമെന്ന്. ഷിയാനാണെങ്കിൽ പ്രോജക്റ്റ് റെഡിയാക്കി അവസാനം നമ്മളുടെ സീവയുടെ തോളിൽ കിടന്നങ്ങ് ഉറങ്ങിപ്പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ആ സ്ഥലം എത്തുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ സീവയെ ഷിയാനെ വിളിക്കും. രണ്ടുപേരുടെ പുറത്തിറങ്ങുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ ഷിയാനാണെങ്കിൽ അവളുടെ ആ ഒരു ഡയറക്ടർ ഇല്ലേ അവരെ വിളിച്ചിട്ട് പറയും, നീ വേഗം തന്നെ കാർട്ടൂൺ വർക്ക് ചെയ്തു തരണം എന്ന്. അങ്ങനെ നമ്മുടെ ഷിയാനാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി എങ്ങ് പോവും. സിയുവെ പുറത്തോട്ട് ഇറങ്ങുന്നത് അവന്റെ പുറകെ കിടക്കുന്ന പെണ്ണ് വന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കും, നീ ആണെങ്കിൽ എൻ്റെ കൂടെ ഡിന്നർ കഴിക്കാൻ വരുന്നുണ്ടോ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ സിയുവയാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, അതായത് എനിക്ക് നിന്റെ അടുത്ത് താല്പര്യമില്ല എന്ന് ഞാൻ നിന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ നീ എൻ്റെ പുറകെ നടക്കുന്നത്. പെട്ടെന്ന് തന്നെ അവനാണെങ്കിൽ അവൻ്റെ കയ്യിൽ ഇരുന്ന് ഒരു ഫൂട്ടേജ് എടുത്ത് അവളെ കാണിക്കും. അതായത് നമ്മളുടെ ഷിയാനാണെങ്കിൽ ആ റൂമിൽ കിടക്കാൻ നേരത്ത് ഈ പെണ്ണ് തന്നെയായിരുന്നു ഇവളെ വന്ന് ലോക്ക് ചെയ്തിട്ട് പോയത്. ഇത് കാണുന്ന ആ പെണ്ണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷോക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ബൈക്കോങ്ങിനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ ആ പ്രൊഫസറിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അയാൾ ഒരു പ്രൊഫൈൽ എടുത്ത് കൊടുത്തിട്ട് പറയും, നീ ഇവനെ കണ്ട് സംസാരിക്കണം, നീ ഇവനെ കൊണ്ട് ഇതിനെ സമ്മതിപ്പിക്കണം എന്ന്. അവനാണെങ്കിൽ ആ പ്രൊഫൈൽ തുറന്നു നോക്കുന്നേ മനസ്സിലാവും അത് വേറെ ആരുടെയല്ല നമ്മുടെ സിയുവയുടെ തന്നെയായെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ നമ്മളുടെ സിയുവയുടെ ക്ലാസ്സിലായിട്ട് പ്രൊഫസർ വന്നിട്ട് ഇതിനെപ്പറ്റി പറയുന്നതാണ്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സിയുവയാണെന്നേ പറയും, എനിക്ക് ഇതിനോട് ഒട്ടും താല്പര്യമില്ല എന്ന്. ഇത് കേൾക്കുന്നേ അവൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് ചോദിക്കും, നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, അത് വലിയൊരു കമ്പനിയാണ്. അപ്പോൾ നമ്മളുടെ സിയുവ പറയും, അവരിവിടെ ആഗ്രഹിക്കുന്ന തന്നെ നമ്മളുടെ റോബോട്ടിന്റെ പേറ്റന്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയാണെങ്കിൽ അവർക്ക് നമ്മളുടെ കഷ്ടപ്പാടെല്ലാം വേണം, അതിന് വേണ്ടിയിട്ട് അവരിപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നെ വെച്ചേക്കുന്നത്. ഇത് കേൾക്കുന്നേ അവൻ്റെ സാറിന് കാര്യം മനസ്സിലാവും. അയാൾ പറയും, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ സിയുവയാണെങ്കിൽ ഷിയാൻ്റെ കൂടെ ഒരു സൂപ്പർ മാർക്കറ്റിലായിട്ട് വരുന്നതാണ്. അവൻ പറയും, ഞാനിപ്പോൾ ഒരുപാട് ടയേർഡായി, എനിക്ക് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം വേണം എന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി സ്ട്രോബെറിയുടെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങും. അങ്ങനെ നമ്മുടെ സിയുവയാണെങ്കിൽ ഷിയാനെ അവളുടെ ആ ഒരു ഡോർമെട്രിയുടെ അടുത്തായിട്ട് കൊണ്ടാക്കുന്ന അവിടെയായിട്ട് നമ്മളുടെ ബൈക്കോങ്ങിനെ കാണും. ഇവനെ കാണുന്ന സിയുവെ വന്ന് അവൻ്റെ അടുത്ത് സംസാരിക്കും. അപ്പോൾ നമ്മുടെ ബൈക്കോങ് ആണെങ്കിൽ കാര്യം പറയും, അതായത് അവൻ്റെ കമ്പനി ആണെങ്കിൽ നമ്മളുടെ സിയുവയുടെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിയുവെ അവൻ്റെ കോളേജിലുള്ള കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്ത് ഇവന് പറഞ്ഞു കൊടുക്കണം. പെട്ടെന്ന് തന്നെ നമ്മളുടെ സിയുവെ അവൻ്റെ അടുത്ത് പറയും, എനിക്കിതിന് പറ്റത്തില്ല എന്ന്. എന്നാൽ നമ്മുടെ ബൈക്കോങ് ആണെങ്കിൽ കുറച്ച് ഡോക്യുമെൻ്റ് എടുത്ത് നമ്മളുടെ സിയുവിനെ കാണിക്കും. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അച്ഛനെ ആരാണോ കുടുക്കിയത് അവനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളുടെ സിയുവെ ആണെങ്കിൽ ഈ കമ്പനിയിലൂടെ വർക്ക് ചെയ്യാൻ റെഡിയായാൽ മാത്രമേ അവൻ ഈ ഇൻഫർമേഷൻസ് കിട്ടത്തുള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മളുടെ സിയുവെ പറയും, എനിക്ക് താല്പര്യമില്ല, ഞാനിത് ചെയ്യത്തില്ല എന്ന്. അങ്ങനെ അവനാണെങ്കിൽ നേരെ വരുന്നത് തന്നെ അവൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ വന്നിട്ട് നമ്മുടെ സിയുവെ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് സോറി പറയും. അപ്പോൾ അവൻ്റെ അച്ഛൻ ചോദിക്കും, നീ എന്തിനാ എൻ്റെ അടുത്ത് സോറി പറയുന്നത്, നീ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി, ഒരിക്കലും നീ അത് ചെയ്തു എന്ന് വെച്ചിട്ട് റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല എന്ന്. അതേപോലെ തന്നെ ബൈക്കോങ്ങിനെ കാണിക്കും. അവനവിടെ അവൻ്റെ മാനേജറിൻ്റെ അടുത്ത് നിന്ന് നല്ലതുപോലെ വഴക്ക് കേൾക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സിയുവിനെ കൺവീൻസ് ചെയ്ത് ഈ കമ്പനിയിൽ ജോയിൻ
ചെയ്യിപ്പിക്കാഞ്ഞേര്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷിയാനാണെങ്കിൽ സീവേനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെ അവളാണെങ്കിൽ അവന് വേണ്ടിയിട്ടൊരു ഷൂ ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവള് പറയും ഇത് എൻ്റെ വക നിനക്കൊരു ഗിഫ്റ്റായെന്ന്. എന്നാൽ നമ്മളുടെ സീവയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവക്ക് തിരിച്ചാ പൈസയും അയച്ചു കൊടുക്കും. അപ്പൊ നമ്മളുടെ ഷിയാൻ പറയും എനിക്ക് കുറച്ച് പൈസ അവർ തന്നായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്, എൻ്റെ സന്തോഷത്തിന് നീ ഇത് വെച്ചേരെ എന്ന്. അങ്ങനെ അവള് ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവക്കാണെങ്കിൽ അവളുടെ ആ ഡയറക്ടറിന്റെ അടുത്ത് നിന്ന് കോൾ വരും. സംഭവം എന്താന്ന് വെച്ചാലേ നമ്മളുടെ ഷിയാനാണെങ്കിൽ ഇപ്പൊ ഈ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തില്ലേ, അവൾ അതിനകത്ത് വർക്കും ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ അതിനകത്ത് ഇപ്പോൾ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ അവളിപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കണോ എന്നൊക്കെ അവർ പറഞ്ഞേക്കുന്നത്. ഇതറിയുന്നേ നമ്മുടെ ഷിയാൻ ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. ഇതേ സാധനം തന്നെ നമ്മുടെ ബൈക്കും ഒന്നും അറിയും. അവനും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഷിയാനാണെങ്കിൽ നേരെ അവളുടെ ഡയറക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ അവർ പറയും ഈ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ നീ തന്നെ സോൾവ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നീ ഒരു 5 ലക്ഷം രൂപ കൊടുക്കേണ്ടതായിട്ട് വരുമോ എന്ന്. ഇത് കേൾക്കുന്നേ ഷിയാന് ഭയങ്കര ദേഷ്യം വരും. അങ്ങനെ അവളാണെങ്കിൽ അടുത്ത ദിവസം നമ്മളുടെ സീവേനെ കാണാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ നമ്മുടെ സീവയെ ചോദിക്കും നിനക്കാണെങ്കിൽ അവർ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ തന്നപ്പോൾ നിനക്ക് അവരുടെ അടുത്ത് ഡൗട്ട് ഒന്നും തോന്നിയില്ലേ എന്ന്. അപ്പോൾ നമ്മളുടെ ഷിയാൻ പറയും ഞാൻ വിചാരിച്ചത് ഈ ലോകത്ത് ഇപ്പോഴും നല്ല ആൾക്കാരുണ്ട് എന്ന്. അപ്പോഴും നമ്മളുടെ സീവയെ ചോദിക്കും അഥവാ നിനക്കിത് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും. അവൻ നമ്മളുടെ ഷിയാൻ പറയും എനിക്ക് എൻ്റെ പ്രശ്നമൊക്കെ തനിച്ച് സോൾവ് ചെയ്യുന്നേ ഇഷ്ടം, ഞാൻ എന്തായിരുന്നാലും ആ കോപ്പിറൈറ്റ് ഓണറിനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ, അപ്പം നമുക്ക് അറിയാലോ എങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് എന്ന്. അപ്പോഴും നമ്മളുടെ സീവ അവർക്ക് അഡ്വൈസ് കൊടുക്കും നീ ഈ കമ്പനിക്കെതിരെ കുറച്ച് തെളിവുകളുമായിട്ട് ആ കോപ്പിറൈറ്റ് ഓണറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്നെ അയാൾ സഹായിക്കുന്നതായിരിക്കും. അതുമല്ല നിനക്ക് അഥവാ അയാൾ സഹായിക്കാൻ റെഡി ആയില്ലെങ്കിൽ നീ എന്തോ ചെയ്യും. അപ്പം നമ്മളുടെ ഷിയാൻ പറയും അങ്ങനെയാണെങ്കിൽ ഞാൻ 5 ലക്ഷം രൂപ കൊടുക്കുമെന്ന്. ഇതറിയുന്നേ നമ്മളുടെ സീവയ്ക്ക് അങ്ങ് ഭയങ്കര ടെൻഷനാവും. അവൻ അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ ഭയങ്കര വെറീഡ് ആയിട്ടിരിക്കും. അവസാനം അവൻ്റെ പ്രൊഫസറിനെ വിളിച്ചിട്ട് പറയും ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ റെഡിയാണ് എന്ന്. അങ്ങനെ നമ്മുടെ സീവയാണെങ്കിൽ അവരെ കാണാൻ വേണ്ടിയിട്ട് വരും. അവർ വന്നിട്ട് ചോദിക്കും ആദ്യമേ നീ എന്താ ഞങ്ങളെ പ്രപ്പോസൽ റിജക്ട് ചെയ്തേന്ന്. അപ്പം നമ്മുടെ സീവയെ പറയും അത് എനിക്കാണെങ്കിൽ നമ്മൾ രണ്ടുപേരുടെയും ഐഡിയാസ് മാച്ച് ചെയ്ത് പോകുന്നതായിട്ട് തോന്നിയില്ല. അപ്പം അയാൾ ചോദിക്കും പിന്നെ നീ ഇപ്പം എന്തിനാ ഓക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ സീവയെ ഡയറക്റ്റായിട്ട് തന്നെ പറയും അത് പൈസയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇത് കേൾക്കുന്നേ അവർ ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു. അപ്പോൾ നമ്മളുടെ സീവയെ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാകും. കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ 5 ലക്ഷം രൂപയും ചോദിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബൈക്കോങ്ങിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ഷിയാൻ്റെ പേരിലുള്ള എല്ലാ പ്രശ്നവും പൈസ കൊടുത്ത് ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു. പോരാത്തന്നെ അവനിപ്പോൾ നല്ലതുപോലെ കുടിച്ചിട്ടുമുണ്ട്. അവിടെയായിട്ട് നമ്മളുടെ ഷിയാൻ വരും. അങ്ങനെ അവളാണ് അവനെയും കൊണ്ട് അവൻ്റെ വീട്ടിലായിട്ട് വരുന്നത്. അവിടെ നമ്മുടെ ബൈക്കോങ് ആണെങ്കിൽ ഷിയാൻ്റെ അടുത്ത് അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും ഞാനിപ്പോൾ കുടിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും എനിക്ക് നിൻ്റെ അടുത്ത് ഈ സത്യം തുറന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നമ്മുടെ ഷിയാനാണെങ്കിൽ ഇത് കേൾക്കുന്നതും ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായി പോയായിരുന്നു. അവളവിടെ പറയും എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് ഒരിക്കലും എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല എന്ന്. അതേപോലെ തന്നെ ഷിയാൻ്റെ കണ്ണിൽ നിന്ന് നല്ലതുപോലെ കണ്ണീരും വരുന്നുണ്ടായിരുന്നു. അത് കാണുന്നതും ബൈക്കോങ് വേഗം തന്നെ അവളുടെ അടുത്ത് പറയും നീ വേഗം തന്നെ വീട്ടിൽ പൊക്കോ എന്ന്. അങ്ങനെ അവൾ വേഗം വരുന്നത് തന്നെ നമ്മുടെ സീവയുടെ അടുത്തായിട്ടാണ്. എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച് നല്ലതുപോലെ കരയാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ സീവയെ നേരെ നമ്മളുടെ ഈ ബൈക്കോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. എന്നിട്ട് അവനൊരു കാർഡ് കൊടുത്തിട്ട് പറയും ഇതിനകത്ത് 5 ലക്ഷം രൂപയുണ്ട്, ഇനി മേല ഷിയാനെ ശല്യം ചെയ്യരുത് എന്ന്. അപ്പോൾ ബൈക്കോങ് ചോദിക്കും അവൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ, അവളുടെ അടുത്ത് എൻ്റെ വകയൊരു സോറി പറഞ്ഞേക്കണേ എന്ന്. അപ്പോൾ നമ്മളുടെ സീവയെ ചോദിക്കും നീ അവളുടെ അടുത്ത് എന്തുവാ ചെയ്തേ എന്ന്. എന്നാൽ നമ്മുടെ ബൈക്കോങ് അതൊന്നും പറയാൻ റെഡി ആയിരുന്നില്ല. സീവയെ അവിടെ നിന്ന് വേഗം തന്നെ ആ കാർഡ് വിട്ടിട്ട് അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ഷിയാനാണെങ്കിൽ സീവേനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെ എത്തുന്നതും അവളാണെങ്കിൽ അവൻ്റെ കയ്യിലായിട്ട് ഒരു കാർഡ് എടുത്ത് കൊടുത്തിട്ട് 5 ലക്ഷം രൂപയുണ്ടെന്ന് പറഞ്ഞങ്ങ് കൊടുക്കും. ഇത് കാണുന്നത് നമ്മളുടെ സീവെ ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായി പോവും. അപ്പം അവൾ ചോദിക്കും നീ എവിടെ നിന്ന് ഈ 5 ലക്ഷം രൂപ ഉണ്ടാക്കിയത്. അപ്പം അവൻ പറയും അത് ഞാൻ എൻ്റെ റോബോട്ടിൻ്റെ പേറ്റൻ്റ് വിറ്റായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ ഷിയാൻ ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോവും. അവളാണെങ്കിൽ ചോദിക്കും എന്നാലും അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല, എന്തിനാ അങ്ങനെ ചെയ്തേ എന്ന്. അപ്പം സീവെ പറയാനായിട്ട് തുടങ്ങും പിന്നെ നിനക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാനല്ലേ നിന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത്. അപ്പം അവൻ ചോദിക്കും നിനക്ക് എവിടെ നിന്ന് 5 ലക്ഷം രൂപ കിട്ടിയ. അപ്പോൾ ഷിയാൻ പറയാൻ തുടങ്ങും ഞാനാണെങ്കിൽ എൻ്റെ ബ്ലോഗിനകത്ത് ഇട്ടായിരുന്നു, അതായത് എനിക്ക് നേരെ നടന്ന അനീതി എന്തുവാ എന്ന്. അതേപോലെ തന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സിനടുത്തും ഇതേ സംഭവം നടന്നിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരോടും ചേർന്നിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തു, അതിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുവാണ്. പോരാത്തതിന് ആ കോപ്പിറൈറ്റ് ഓണർ ആണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന്റെ ആ കോപ്പിറൈറ്റും തന്നു, അതുകൊണ്ട് എൻ്റെ കയ്യിലിപ്പോൾ ക്യാഷ് ഉണ്ട്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സീവയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ ഷിയാനെ അവളുടെ അമ്മ വിളിച്ചിട്ട് ചോദിക്കും നീ വെക്കേഷന് വീട്ടിലോട്ട് വരുന്നില്ലേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഷിയാനും സീവയും കൂടി ചേർന്നിട്ട് അവളുടെ വീട്ടിലായിട്ട് ഒരുമിച്ച് വരുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഷിയാന്റെ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സന്തോഷം. അവർ രണ്ടുപേരും നമ്മളുടെ ഷിയാനെയും സീവേനെയും നല്ലതുപോലെ
നല്ലതുപോലെ ട്രീറ്റ് ചെയ്യും. രണ്ടുപേരോട് ഫുഡൊക്കെ കഴിച്ചിട്ട് പാത്രം കഴുകാനായിട്ട് നിൽക്കുന്നത് നമ്മുടെ സീവയാണെങ്കിൽ ഷിയാൻ്റെ അടുത്ത് പറയും നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി വീട്ടിൽ പറയണോ എന്ന്. എന്നാൽ ഷിയാൻ അതിന് സമ്മതിക്കത്തില്ല. അവൾ പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീ 2 ദിവസം കഴിയുമ്പോൾ നിന്റെ വീട്ടിലങ്ങ് പോകും, പിന്നീട് ഞാൻ മാത്രമേ കാണത്തുള്ളൂ, അമ്മ എന്നെ ശരിയാക്കും. അവിടെയായിട്ട് ഭയങ്കരമായിട്ട് ബഹളം കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സീവയും ഷിയാനും വന്ന് നോക്കുമ്പോൾ എന്തുവാ, ഷിയാൻ്റെ അനിയനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ആ പേരാണെങ്കിൽ ഇവൻ്റെ അമ്മ പൊക്കിയിട്ട് അവനെ എടുത്തിട്ട് അടിക്കുവാണ്. എന്നിട്ട് ചോദിക്കും ഈ സ്വീറ്റ് ഹാർട്ട് ആരാ എന്ന്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഷിയാൻ്റെ അനിയൻ ഭയങ്കരമായിട്ട് ബഹളം വെച്ചിട്ട് ഫോണൊക്കെ ചോദിക്കും. എന്നാൽ ആരും കൊടുക്കാൻ റെഡി ആയിരുന്നില്ല. അവസാനം ഇവനാണെങ്കിൽ നേരെ വന്നിട്ട് നമ്മളുടെ സീവ എടുത്ത് പറയും ബ്രദറിനിലോ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സീവയ്ക്ക് ഭയങ്കര സന്തോഷം. അവനങ്ങനെ നമ്മുടെ ഷിയാൻ്റെ അനിയനെ സഹായിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രണ്ടുപേരോടി നമ്മുടെ സീവയുടെ വീട്ടിലായിട്ട് വൃത്തിയാക്കാൻ വേണ്ടി വന്നേക്കുന്നേ. അവിടെ സീവയാണെങ്കിൽ ഷിയാനെ ഒറ്റയ്ക്ക് കിട്ടുന്നതും അവളെ പിടിച്ചു നിർത്തിയിട്ട് ഓരോന്നിങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. അതേസമയം തന്നെ അവിടേക്ക് നമ്മുടെ ഷിയാൻ്റെ അമ്മ വരും. അമ്മേനെ കാണുന്ന രണ്ടുപേരും ഭയങ്കരമായിട്ടൊക്കെ ഞെട്ടിപ്പോയായിരുന്നു. രണ്ടെണ്ണം പെട്ടെന്ന് തന്നെ മാറി എങ്ങ് നിൽക്കും. ഇത് അമ്മയെ ഒന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രാത്രി സമയത്ത് നമ്മുടെ ഷിയാൻ്റെ അമ്മയാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സീവയും ഷിയാനും ഇടയിൽ എന്തോ ഒന്നും ഉണ്ട് എന്ന്. ഉടനെ തന്നെ അവളുടെ അച്ഛൻ പറയാതെ നിനക്ക് വെറുതെ തോന്നുന്നതാ, അങ്ങനെയൊന്നും കാണത്തില്ല എന്ന്. അവിടെയായിട്ട് നമ്മളുടെ ഷിയാൻ്റെ അനിയൻ വരും. അപ്പോൾ അവളുടെ അമ്മ ചോദിക്കും എടാ സത്യം പറയടാ അവർക്ക് രണ്ടുപേർക്കിടയിൽ എന്തോ ഉണ്ടോ. അപ്പോഴത്തേക്ക് നമ്മളുടെ ഷിയാൻ്റെ അനിയൻ പറയും ഞാൻ സത്യം പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മൊബൈൽ ഫോൺ തന്നാലേ പറയത്തുള്ളൂ. അവസാനം നമ്മുടെ ഷിയാൻ്റെ അമ്മ ഫോൺ കൊടുക്കുന്നതും അവൻ പറയും അവർ രണ്ടുപേരും ഡേറ്റ് ചെയ്യുക എന്ന്. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഷിയാനും സീവയും കൂടി ഫുഡ് കഴിക്കാതിരിക്കാൻ നേരത്ത് ഷിയാൻ്റെ അമ്മയാണെങ്കിൽ ഇവരിങ്ങനെ ദേഷ്യം നോക്കിക്കൊണ്ടിരിക്കും. ഇവർക്കൊന്നും മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിയാൻ്റെ അനിയൻ വന്നിട്ട് സീവനെ കണ്ടിട്ട് ബ്രദറിലോ എന്ന് വിളിക്കും. ഇത് കേൾക്കുന്ന നമ്മളുടെ സീവ അങ്ങ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അവനാണെങ്കിൽ ഇങ്ങനെ ഷോക്കിംഗ് ആയിട്ട് നോക്കിയിരിക്കും. ഉടനെ തന്നെ നമ്മുടെ ഷിയാൻ്റെ അനിയൻ പറയും ഓ നിങ്ങളിങ്ങനെ നോക്കിയൊന്നും വേണ്ട, ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇത് അറിയാം, നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലാ എന്ന്. ഇത് കേൾക്കുന്നേ ഷിയാനും സീവയും അങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. അങ്ങനെ നമ്മുടെ ഷിയാൻ്റെ അമ്മയാണെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കാൻ തുടങ്ങും നിങ്ങൾ രണ്ടുപേരും എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പിലായത്, എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് പറയാഞ്ഞേ എന്ന്. അപ്പോൾ ഷിയാൻ പറയാം അമ്മയല്ലേ പറഞ്ഞത് ഞാൻ ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ശരിയാക്കും എന്ന്. അപ്പോൾ നമ്മുടെ ഷിയാൻ്റെ അമ്മയാണേ പറയും നീ സീവേനെയാണ് പ്രേമിക്കുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്താനെ. ഇത് കേൾക്കുന്നേ അവൾക്ക് ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഷിയാനാണെങ്കിൽ സീവേനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ നടന്നു വരുന്നതാണ്. അവിടെ അവർക്ക് രണ്ടുപേർക്കും നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളുടെ ഷിയാനായിരുന്നാലും അവനെ കെട്ടിപ്പിടിച്ചിട്ട് യാത്രയൊക്കെ പറയാം. അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയാനാണെങ്കിൽ ഷദീനെ വിളിക്കുന്നതാണ്. അവള് പറയും എല്ലാവരും ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടോട്ട് വന്നിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യാം എന്ന്. അങ്ങനെ അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും മീറ്റ് ചെയ്യും. അവിടെയായിട്ട് നമ്മളുടെ കിക്കിയും അതേപോലെ തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ആർമിക്കാരൻ ചെറുക്കനില്ലേ അവരും വരും. എല്ലാവരും ഇപ്പോൾ പെയറായിട്ടുണ്ട്. അവിടെ നമ്മളുടെ ഷിയാൻ്റെ അടുത്ത് എല്ലാവരും നമ്മളുടെ സീവനെ പറ്റി ചോദിക്കും. അവളങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഇതുവരെ ഒന്നും നടന്നിട്ടില്ലേ എന്ന്. അങ്ങനെ ഇവളുമാരാണെങ്കിൽ നമ്മളുടെ ഷിയാൻ ഓരോരോ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കും. അവസാനം നമ്മളുടെ ഷിയാനാണെങ്കിൽ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് സീവനെ കാണാൻ വരുന്നത്. അവൾ അവൻ്റെ അടുത്ത് പറയും നമ്മൾ എത്ര നാളിന് ശേഷം കാണുന്നത്, നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന്. അവളവിടെ അവനെ കെട്ടിപ്പിടിക്കാനാ ഒരുങ്ങുന്നത്. എന്നാൽ നമ്മുടെ സിഒ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കാണ്ട് ഇവക്ക് പോയി കോഫിയൊക്കെ വാങ്ങിച്ചിട്ട് വരും. ഇത് കാണുന്നേ നമ്മുടെ ഷിയാനങ്ങ് ഒരുമാതിരിയാവും. അത് കഴിഞ്ഞിട്ട് അവൾ അവളുടെ ഹോസ്റ്റലിലായിട്ട് വരുന്നത് അവളുടെ ഫ്രണ്ട്സ് അവൾക്ക് സജസ്റ്റ് ചെയ്യും നിങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻ ഇപ്പോഴും പഴയതുപോലെ തന്നെ, നീ കുറച്ചുകൂടി ഇനിഷ്യേറ്റീവ് എടുക്കണം എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ സിഒ ആണെങ്കിൽ ഷിയാനെ ഒരു ലൈബ്രറിയിലായിട്ട് വിളിക്കും. വന്ന് നോക്കുമ്പോൾ എന്തുവാ ഷിയാൻ അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടോട്ട് വിളിച്ചു വരുത്തിയേക്കുന്നത്. ഇത് കാണുന്നേ ഷിയാനങ്ങ് ഒരുമാതിരിയാവും. എന്നിട്ട് അവൾ അങ്ങനെ വിട്ടുകൊടുക്കത്തൊന്നുമില്ല. അവൾ വേഗം തന്നെ ഒരു ബുക്ക് തപ്പണമെന്ന് പറഞ്ഞിട്ട് ഇവരെയും വിളിച്ചുകൊണ്ട് ആ ലൈബ്രറിയുടെ ഒരു കോണിലായിട്ട് വരും. എന്നിട്ട് അവളാണെങ്കിൽ ഇവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് ക്ലോസ് ആവാനായിട്ടൊക്കെ നോക്കും. അതേപോലെ തന്നെ അവന് കിസ് കൊടുക്കാനും ശ്രമിക്കും. എന്നാൽ നമ്മുടെ സീവ ആണെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഇവൾ ഏത് ബുക്കാണോ നോക്കുന്നത് ആ ബുക്ക് കണ്ടുപിടിച്ച് അവളുടെ കയ്യിലായിട്ടങ്ങ് കൊടുക്കും. ഷിയാൻ ഭയങ്കരമായിട്ടങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. അങ്ങനെ അവള് ഇക്കാര്യം അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒന്ന് പറയുമ്പോൾ അവര് പറയും നീ നിന്റെ അപ്പിയറൻസ് ഒന്ന് മാറ്റണം, നിന്നെ കണ്ടു കഴിഞ്ഞാൽ അത്ര അട്രാക്റ്റീവായിട്ട് തോന്നുന്നില്ല എന്ന്. അങ്ങനെ അടുത്ത ദിവസം നമ്മളുടെ ഷിയാനാണെങ്കിൽ ഭയങ്കര വലിയ ഗെറ്റപ്പിൽ നല്ല കിടിലൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സീവനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവിടെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ സീവയാണെങ്കിൽ വേറെ ഏതൊരു പെണ്ണിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് കാണുന്നത് നമ്മുടെ ഷിയാന് ഭയങ്കരമായിട്ടങ്ങ് ജലസാവും. അവൾ വേഗം തന്നെ സീവയുടെ അടുത്തായിട്ട് ഓടി വന്നിട്ട് അവനെ സ്വീറ്റ് ഹാർട്ട് എന്നും വിളിച്ചിട്ട് അവൻ്റെ കയ്യിൽ കെട്ടിപ്പിടിച്ച് സംസാരിക്കാൻ തുടങ്ങും. ഇത് കാണുന്നേ ആ പെണ്ണ് വേഗം തന്നെ സീവ എടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോവും. പെട്ടെന്ന് തന്നെ സീവയെ ചോദിക്കും നിനക്കിത് എന്തോ പറ്റി, നീ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അതിൻ്റെ ടീച്ചറായിരുന്നു എന്ന്. എന്നിട്ട് അവൻ പറയും ഈ ഡ്രസ്സൊക്കെ നല്ല രസമുണ്ട്, പക്ഷേ നീ എന്തിനാ ഇപ്പോൾ ഇതിട്ടത്, ഇപ്പോൾ തണുപ്പ് കാലമല്ലേ, അതുകൊണ്ട് പോയി പാൻറ് ഇട്ടിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഷിയാനെ പറഞ്ഞു വിടാൻ വേണ്ടി നോക്കും. ഇത് കേൾക്കുന്നത് നമ്മുടെ ഷിയാനെന്ന് ഒരുമാതിരിയാവും. അവൾ പറയും നിനക്ക് എൻ്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ലാന്ന്. എന്നാൽ ഇത് കേൾക്കുന്നത് നമ്മുടെ സീവയാണെങ്കിൽ ഷിയാനെ വേഗം തന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം അങ്ങനെയൊന്നുമില്ല, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ അടുത്ത് ഭയങ്കര കെയറിങ് ആയിട്ടൊക്കെ സംസാരിക്കും. എന്നിട്ട് രണ്ടെണ്ണോട് ചേർന്നിട്ട് പാർക്കിലൊക്കെ പോയിരുന്ന് നല്ലപോലെ ഫുഡ് കഴിക്കുകയും ഫോട്ടോ എടുക്കുകയും അങ്ങനെ രണ്ടെണ്ണം ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യും. അവസാനം നമ്മളുടെ ഷിയ
ഷിയാനാണെങ്കിലേ അവളുടെ ഹോസ്റ്റലിലായിട്ട് വന്ന് നോക്കുന്നേ അവിടെ ഓൾറെഡി ഡോർ ക്ലോസ് ആയിരുന്നു. അവളിപ്പോ ലേറ്റ് ആയിട്ടാണ് എത്തിയേക്കുന്നേ. അവസാനം നമ്മളുടെ ഷിയാനാണെങ്കിൽ ലാസ്റ്റ് വരുന്നത് നമ്മളുടെ സീവയുടെ വീട്ടിലായിട്ടാണ്. അവിടെ വന്നിട്ട് അവൾ അവിടുത്തെ സാധനങ്ങളൊക്കെ അടുക്കി പറക്കാൻ തുടങ്ങും. അവിടെയായിട്ട് അവൾക്കൊരു കോൺട്രാക്ട് പേപ്പർ കിട്ടും. അത് വേറൊന്നുമല്ല, നമ്മളുടെ സീവയാണെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് പകരമായിട്ട് അവനവന്റെ ആ ഒരു കമ്പനിയിൽ കോൺട്രാക്ട് സൈൻ ചെയ്തില്ലേ, അതാണ്. ഇത് കാണുന്ന നമ്മുടെ ഷിയാൻ ഭയങ്കരമായിട്ടങ്ങ് ഷോക്കായി പോവും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.